സ്വാഗതം ഇൻസൈറ്റിലേക്ക്. ഗസയിൽ ഏത് നിമിഷവും ഇസ്രായേലിന് അവിടുത്തെ തദ്ദേശവാസികളെ വധിക്കാൻ അവസരം കൊടുക്കുന്ന വിധത്തിലുള്ള ഒരു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം അവിടെ ഏത് വിധത്തിലുള്ള ഭരണം മുന്നോട്ട് കൊണ്ടുപോകണം, ഏത് വിധത്തിലുള്ള ഭരണ സംവിധാനമായിരിക്കണം, ഏത് വിധത്തിലായിരിക്കണം അവിടുത്തെ സുരക്ഷാ കാര്യങ്ങൾ നിയന്ത്രിക്കപ്പെടേണ്ടത്, ഇതൊക്കെ സംബന്ധിച്ചൊരു 20 ദിന പദ്ധതി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വച്ചിരുന്നു. ഇതിന് ഒരു പ്രാഥമികമായ അംഗീകാരം ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി കഴിഞ്ഞ ദിവസം നൽകുകയുണ്ടായി. രക്ഷാസമിതിയിലെ അംഗങ്ങളായിരുന്ന റഷ്യയും ചൈനയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ആരും ഈ പദ്ധതിയെ എതിർത്തില്ല. അതിനുശേഷം ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിൻ്റെ ഓഫീസിൽ നിന്ന് ഒരു പ്രസ്താവന പുറത്തിറങ്ങി. ഗസയിൽ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലാക്കാൻ പാകത്തിലാണ് ഈ ട്രംപിൻ്റെ നിർദ്ദേശങ്ങൾ എന്നും അത് അംഗീകരിക്കപ്പെട്ടത് സ്വാഗതാർഹമാണ് എന്നും അന്റോണിയോ ഗുട്ടറസിൻ്റെ ഓഫീസ് പ്രസ്താവനയിൽ പറയുകയുണ്ട്. ഇതേക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് ഡോക്ടർ ലിറാർ പുളിക്കലകത്താണ്. സ്വാഗതം ഇൻസൈറ്റിലേക്ക്. ഒറ്റ നോട്ടത്തിൽ എങ്ങനെ തോന്നുന്നു, ഇത് ഈ വെടിനിർത്തൽ കരാർ വരുന്ന സമയത്ത് തന്നെ ട്രംപ് മുന്നോട്ട് വെച്ചിരുന്നതാണ് ഇതിൻ്റെ ഒരു ഭരണ സംവിധാനം 2027 വരെ ഒരു സമാധാന ബോർഡ് എന്ന് അദ്ദേഹം തന്നെ വിശേഷിപ്പിക്കുന്ന ഒരു സമിതിക്കായിരിക്കും, അതിൽ ടെക്നോക്രാറ്റുകളും ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ഈ പദ്ധതി അവതരിപ്പിക്കപ്പെട്ടപ്പോൾ താൻ തന്നെ ആയിരിക്കും അതിൻ്റെ നേതൃത്വത്തിൽ എന്ന് ട്രംപ് പറയുന്നുണ്ട്. അതുപോലെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് എന്ന് പറയുന്നൊരു സംഗതിക്കായിരിക്കും മൊത്തം നിയന്ത്രണം ഉണ്ടാവുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഒറ്റ നോട്ടത്തിൽ. പക്ഷേ ഇപ്പോൾ ഇസ്രായേലിൻ്റെ കോളനി ആയിരിക്കുന്ന ഗസയെ വിവിധ രാജ്യങ്ങളുടെ ഒരു കോളനിയാക്കി മാറ്റുക എന്നുള്ളതാണ് ഒരു ഉദ്ദേശം എന്ന് തോന്നുന്നു. ആ വിധത്തിലാണ് ഈ പദ്ധതി ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ തോന്നുന്നത്. തീർച്ചയായും രാജീവ് സാറ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഗാസയ്ക്ക് വേണ്ടിയിട്ടുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ 20 പോയിന്റ്സ് പ്ലാൻ 20 ദിന ഈ ഒരു പദ്ധതിയെ UN സെക്യൂരിറ്റി കൗൺസിൽ അംഗീകരിച്ചൊരു പ്രമേയം റെസൊല്യൂഷൻ 2803 സംതിങ് ഞാൻ ശരിയാണെങ്കിൽ അത് ഏകദേശം 15 രാജ്യങ്ങളുടെ ഒരു കൗൺസിൽ ഈ തിങ്കളാഴ്ച നവംബർ 17 ആക്ച്വലി അതിനനുകൂലമായിട്ട് UN സുരക്ഷാ കൗൺസിൽ വോട്ട് ചെയ്തു. അപ്പം രാജീവ് സാർ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പലസ്തീൻ ടെറിട്ടറി പ്രത്യേകിച്ച് ഗാസയുടെ ഭരണ നിർവഹണത്തിനും അല്ലെങ്കിൽ അതിന്റെ കൂടെ തന്നെ പുനർനിർമ്മാണത്തിനും റീകൺസ്ട്രക്ഷൻ അതിനൊരു മേൽനോട്ടം വഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അന്താരാഷ്ട്ര സ്ഥിരസേന, അന്താരാഷ്ട്ര സ്ഥിരതാ സേനയും അല്ലെങ്കിൽ സമാധാന ബോർഡിനൊക്കെയാണ് ആക്ച്വലി ഈ ഒരു പീസ് പ്ലാനിലൂടെ അംഗീകരിച്ച് ഈ ഒരു 20 പ്ലാനിൽ പ്രധാനപ്പെട്ട 2 കോമ്പണൻസ് ആണ്. അത് ആക്ച്വലി വളരെ കൃത്യമായിട്ട് പലസ്തീനികളെ ഒരു തരത്തിൽ സൈഡ് ലൈൻ ചെയ്യുന്ന ഒരു ഒറ്റപ്പെടുത്തുന്ന ഒരു പദ്ധതിയായിട്ട് പരക്കെ വിമർശനങ്ങൾ ഓൾറെഡി വന്നു കഴിഞ്ഞ ഒരു പ്ലാനാണത്. ഇവിടെ നമ്മൾ പ്രത്യേകം കാണേണ്ട ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് ISF സ്ഥാപിക്കുന്നത് ആണ് അതിലേറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതിന് സംഭാവന നൽകാൻ അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നിൽക്കാൻ ഒരുപാട് രാഷ്ട്രങ്ങൾ ഓൾറെഡി റെഡിയാണ് എന്നൊക്കെയാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. എന്തായാലും ഇപ്പം UK, ഫ്രാൻസ്, US അടക്കമുള്ള 13 രാഷ്ട്രങ്ങളാണ് ഇപ്പൊ ഈ ഒരു പ്രമേയത്തെ സപ്പോർട്ട് ചെയ്തത്. 15 രാഷ്ട്രങ്ങളിൽ ആരും ഇതിൽ എതിർത്തിട്ടില്ല എന്നുള്ളത് നമ്മൾ ഇതിന്റെ കൂടെ പ്രത്യേകം നമ്മൾ ചേർത്ത് വായിക്കണം. റഷ്യയും ചൈനയും വിട്ടുനിന്നുള്ളതിൽ ഓക്കെയാണ്, പക്ഷെ എന്നാലും ആരും അതിന് പ്രമേയത്തെ എതിർത്തിട്ടില്ല. ഇപ്പൊ ഈ ഒരു പ്രമേയത്തിൽ തന്നെ UN സെക്രട്ടറി ജനറലിന്റെ വക്താവ് പറഞ്ഞത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും ഏറ്റവും ക്വിക്കായിട്ടും ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഒരു പ്ലാൻ ആയിട്ടൊക്കെയാണ് അവതരിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്കറിയാം US, പലസ്തീൻ അതോറിറ്റി PA, അതേപോലെ ഈജിപ്ത്, സൗദി അറേബ്യ, തുർക്കി അടക്കമുള്ള പ്രധാനപ്പെട്ട ആക്ടേഴ്സ് എല്ലാം ഈ ഒരു അല്ലെങ്കിൽ മുസ്ലിം അറബ് ഭൂരിപക്ഷ രാഷ്ട്രങ്ങൾക്ക് ഈ ഒരു പ്രമേയത്തെ അംഗീകരിച്ചുകൊണ്ട് അത് പെട്ടെന്ന് നടപ്പിലാക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അതാണ് ഇതിലൊരു കോൺട്രവേഴ്സി ആയിട്ട് എനിക്ക് പക്ഷെ തോന്നിയൊരു കാര്യം. അല്ലെങ്കിൽ പ്രമേയത്തിലെ വ്യവസ്ഥകളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എനിക്ക് തോന്നുന്നു, സപ്പോർട്ട് ഇൻ ദ സെൻസ് അതിനു വേണ്ടി അതിന് സപ്പോർട്ട് ചെയ്ത ഒരു കക്ഷി PA, പലസ്തീൻ അതോറിറ്റിയാണ്. ഈ റഷ്യയും ചൈനയും ആക്ച്വലി അവരുടെ വീറ്റോ പവർ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഉപയോഗിച്ചിട്ടില്ല എന്ന് നമ്മൾ ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കണം. കാരണം ഇതൊരു അമേരിക്കൻ ഇസ്രായേലി ഇൻട്രസ്റ്റിന്റെ ഒരു ഇതാണെന്നുള്ള പ്രത്യക്ഷത്തിൽ തന്നെ ഫീൽ ചെയ്തിട്ടും ഈ റഷ്യയും ചൈനയും ഇതിനെ എതിർത്തിട്ടില്ല. അതിനൊരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ അറബ് മുസ്ലിം കൺട്രീസ് അടക്കം അല്ലെങ്കിൽ പലസ്തീൻ അതോറിറ്റി അടക്കം ഈ ഒരു പ്ലാനിനെ പിന്തുണച്ച് എന്നുള്ള ഒരു വസ്തുത കൊണ്ടായിരിക്കാം. എന്തായാലും ഈ ഒരു പ്രമേയത്തെ റഷ്യയും ചൈനയും വിയോജിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതിനെ വിമർശിച്ചിട്ടുണ്ട്. അതിന് കാരണം അവർ പറയുന്നത്
ഈ ഒരു ഫോർമുലയിൽ അല്ലെങ്കിൽ ഈ ഒരു പീസ് പ്ലാനിൽ ഒരിക്കലും UN-ന്റെ ഒരു പങ്കാളിത്തം ഉറപ്പാക്കുന്നില്ല എന്ന് അവർ പറഞ്ഞു. അതുപോലെ തന്നെ 2-state സൊല്യൂഷൻ, ഒരു ദ്വിരാഷ്ട്ര പരിഹാരത്തിനുള്ള ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റോ അതിൽ പറയുന്നില്ല, പരാമർശിക്കുന്നില്ല എന്നൊക്കെ പറയും. എന്തായാലും ഈ ഒരു വെടിനിർത്തൽ അത് ഒരു പ്രധാന ഒരു പ്ലാൻ ആയിരുന്നു. അതേപോലെ തന്നെ അതിന് മറ്റൊരു കോമ്പണന്റ് പറഞ്ഞു ഒരു ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിന്റെ കാര്യം. അതോടുകൂടെ തന്നെ ഇത് പറയുന്ന മറ്റൊരു കാര്യമാണ് ഈ ഹമാസ് അടക്കമുള്ള സംഘടനകളുടെ നിരായുധീകരണം, ഡിസാർമമെന്റ്. എത്രത്തോളം ഈ ഒരു കോൺടാക്റ്റിൽ നടപ്പിലാക്കാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം കൂടി ഇവിടെ വളരെ പ്രസക്തമാണ്. അതുപോലെ തന്നെ ഈ അന്താരാഷ്ട്ര ഈ ഒരു സേനയുടെ റെസ്പോൺസിബിലിറ്റീസ്, അതിന്റെ കോമ്പോസിഷൻ, അതിൽ ഏതൊക്കെ രാഷ്ട്രങ്ങൾ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും, പങ്കെടുക്കും. ഇൻ കേസ് അങ്ങനെ ഒരു സേന അതിപ്പോ UN പീസ് കീപ്പിംഗ് ഫോഴ്സ് പോലത്തെ ഒരു സേന ആയിരിക്കില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ സിറ്റുവേഷൻ എല്ലാം നമുക്ക് വളരെ ക്ലിയർ ആണ്. കാര്യം അത്തരത്തിൽ ഒരു ഇഷ്യൂ നടക്കുന്ന ഒരു കോൺടാക്സിൽ ഒരു സോണിലേക്കാണ് ഇത്തരം ഒരു സേന ആക്ച്വലി പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു ഇംപ്ലിക്കേഷൻസ് ഒരു പക്ഷേ ഈ ഒരു റീജിയനിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല എന്നാണ് എന്റെ ഒരു അനാലിസിസ്. കാര്യം സപ്പോസ് ഇപ്പം അതിൽ തുർക്കി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് പറയുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാഷ്ട്രങ്ങൾ, അല്ലെങ്കിൽ ഇന്തോനേഷ്യ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്, ഇങ്ങനെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള രാഷ്ട്രങ്ങളാണ് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ ഒരു ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ്. അപ്പൊ അങ്ങനെ ഒരു ഫോഴ്സ് ഡിപ്ലോയ് ചെയ്യപ്പെടുമ്പോൾ വരുന്നൊരു മാറ്റം സ്വാഭാവികമായിട്ടും നിലവിൽ ഹമാസ് അടക്കമുള്ള അവിടുത്തെ സായുധ പോരാളി സംഘങ്ങള് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിനെതിരെ തിരിയുന്നതിന് പകരം അതിന് പകരം ഈ പറഞ്ഞ ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിനെതിരായിരിക്കും പക്ഷെ അവരുടെ ആക്രമണങ്ങളൊക്കെ വരും. സ്വാഭാവികമായിട്ടും ഏതൊരു റീജിയനിലും ഇത്തരത്തിലുള്ള ഒരു മിലിറ്ററി ഡിപ്ലോയ്മെന്റ്സ് എല്ലാം നടക്കുമ്പോൾ അതിൻ്റെതായ ഇഷ്യൂസും സ്വാഭാവികമായിട്ടും ഗാസയിൽ നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പൊ അങ്ങനെ ഒരു അറ്റാക്ക് സ്വാഭാവികമായിട്ടും ഈ ഫോഴ്സിന്റെ ഭാഗമായിട്ടുള്ള ഏതെങ്കിലും രാഷ്ട്രത്തിലെ ഒരു സൈനികനെതിരെ, അല്ലെങ്കിൽ ആ സൈനികൻ പലസ്തീൻ സിറ്റിസൺസിനെതിരെ എന്തെങ്കിലും ഒരു അറ്റാക്കോ അല്ലെങ്കിൽ ഒരു കില്ലിങ്ങോ കാര്യങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഇംപ്ലിക്കേഷൻസ് ആ രാഷ്ട്രത്തിലും ഉണ്ടാകുന്നു എന്നതിന്റെ കൂടെ ചേർത്ത് വായിക്കണം. അപ്പോ ഇത് ആക്ച്വലി നേരത്തെ രാജീവ് സാറ് കൺക്ലൂഡിംഗ് പറഞ്ഞ ഒരു വാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു തരത്തിലുള്ള ഒരു കോളനൈസേഷൻ, ഒക്കുപ്പേഷൻ, അതിനൊരു ലീഗൽ ഇത് കിട്ടുന്ന ഒരു രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങൾ കിടക്കുന്നത്. അപ്പൊ UN ബാക്ക് ചെയ്യുന്ന ഒരു തരത്തിൽ ലീഗലൈസ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യപ്പെട്ട ഒരു തരം ഒക്കുപ്പേഷനും ഒരു കോളനൈസേഷനാണ് ഇനി അവിടെ നടക്കാൻ പോകുന്നത്. ഒരു പക്ഷേ ഇത് പൂർണ്ണ അർത്ഥത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ ഇവിടെ നമ്മൾ കാണേണ്ടത് വിദേശ സൈനിക ശക്തികളെ അമിതമായിട്ട് ആശ്രയിക്കുന്നത് ഗാസയിൽ നിന്നല്ല ഏത് രാഷ്ട്രത്തിനും അത് സുസ്ഥിരമല്ലാത്ത ഒരുപാട് സുരക്ഷാ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ അതുണ്ടാക്കും. അതുപോലെ തന്നെ ഈ ഫോഴ്സിനെ വൺസ് ഒരു മൊമെന്റ് കഴിഞ്ഞ് പിൻവലിക്കുന്ന ഒരു കോണ്ടെക്സ്റ്റ് വന്നാൽ അതിനുശേഷം എന്തായിരിക്കും അവിടെ എന്നുള്ള ചോദ്യങ്ങളും വളരെ പ്രസക്തമാണ്. അപ്പോ അതിന്റെ വേറെ നമ്മൾ കാര്യങ്ങൾ ഈ ഫോഴ്സിനെ ഡിപ്ലോയ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാല് അതിന് തൊട്ടടുത്ത് തന്നെ ചേർന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഓൾറെഡി ഉണ്ട്. നിലവിൽ നമ്മൾ കാണുന്ന ഗാസ സ്ട്രിപ്പിന്റെ നല്ലൊരു ശതമാനം ഇസ്രായേൽ ഓൾറെഡി ഒക്യുപ്പൈ ചെയ്ത് കഴിഞ്ഞു. അവിടെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് സ്റ്റേഷൻ അവിടെ ഉണ്ട്. അതിന്റെ ഇടയിലുള്ള ഒരു ബോർഡറിലേക്കാണ് ആക്ച്വലി ഇവിടെ വരുന്നത്. അപ്പം ഈ ഫോഴ്സ് ഉണ്ടെങ്കിൽ കൂടി തൊട്ടപ്പുറത്ത് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സും അവിടെ എന്തായാലും ഉണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ഇംപ്ലിക്കേഷൻസ് ഒരു കാര്യത്തിൽ എന്താണ് തർക്കമില്ല. ഗാസ നിവാസികളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കൂടുതൽ മോശമായിട്ട്, അല്ലെങ്കിൽ അത്തരം ഒരു മനുഷ്യാവകാശ ലംഘനത്തിന്റെ മറ്റൊരു സ്റ്റേജിലേക്ക് അത് UN അടക്കമുള്ള രാഷ്ട്രങ്ങൾ അതിന് ബാക്ക് ചെയ്യുന്നു എന്നുള്ളൊരു ചെറിയൊരു ലീഗൽ സപ്പോർട്ട് അതിന് കിട്ടിയതിന് അപ്പുറത്തായിട്ട് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം UN ഏതൊക്കെ കോണ്ടെക്സ്റ്റിൽ പലസ്തീൻ വിഷയത്തിൽ ഇടപെട്ട് അല്ലെങ്കിൽ മീഡിയേറ്റർ ആയിട്ട് നിന്ന് എന്തൊക്കെ ആണ് അതിന് ഡെവലപ്മെന്റ്സ് നമ്മൾ ഇതിന്റെ കൂടെ തന്നെ ചേർത്ത് വായിക്കണം. 1947 UN കോൺഫറൻസ് പ്ലാൻ പ്രകാരമാണ് ഇസ്രായേൽ ഫോം ചെയ്യുന്നത്. പലസ്തീനെ പറ്റി പറയുന്നത് പലസ്തീൻ ഇപ്പോഴില്ല. അന്ന് പറഞ്ഞൊരു പ്രപ്പോസൽ ഉണ്ടായിരുന്നു, ജെറൂസലേം അടക്കമുള്ള ഹോളി സൈറ്റ്സ് എല്ലാം ഒരു സ്പെഷ്യൽ സോൺ ആയിട്ട്, ഇന്റർനാഷണൽ സോൺ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന കാര്യത്തിലുണ്ട്. പക്ഷെ ഇപ്പൊ നമുക്കറിയാം ജെറൂസലേമിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന്. ആദ്യത്തെ വാറിൽ 1948 ഈസ്റ്റ് ജെറൂസലേം നമുക്കറിയാം ജോർദാൻ ഒക്കുപ്പൈ ചെയ്യുന്നു, വെസ്റ്റേൺ ജെറൂസലേം ഇസ്രായേൽ ഒക്കുപ്പൈ ചെയ്യുന്നു. 67 വാറിൽ അത് മുഴുവനായിട്ട് ഇസ്രായേൽ ഒക്കുപ്പൈ ചെയ്യുന്നു. പിന്നീട് ഇസ്രായേലിന്റെ ക്യാപിറ്റൽ ആയിട്ട് ജെറൂസലേമിനെ 2017 തോന്നുന്നു ഡൊണാൾഡ് ട്രംപ് US ജെറൂസലേമിന് ഇസ്രായേലിന്റെ ക്യാപിറ്റൽ ആയിട്ട് ഡിക്ലെയർ ചെയ്യാണ്. പക്ഷെ ഇന്ത്യ അടക്കുന്ന രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം ലോകത്തിന്റെ രാഷ്ട്രങ്ങളും
ടെൽ അവീവിനെയാണ് ഇസ്രായേലിന്റെ ക്യാപിറ്റൽ സിറ്റി ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അംഗീകരിച്ചിരിക്കുന്നത്. അപ്പൊ ഈ വസ്തുതകളൊക്കെ നമ്മളെ മുന്നിലുണ്ട്. UN ഒരു കോണ്ടെക്സ്റ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ താൽക്കാലികമായിട്ടോ പെർമനന്റ് ആയിട്ടോ പറഞ്ഞ പല പ്ലാനുകളും അത് ഒരു തരത്തിലും അത് പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല അതെല്ലാം ഏറ്റവും കൂടുതൽ വയലേറ്റ് ചെയ്ത ഒരു രാഷ്ട്രം കൂടിയാണ് ഇസ്രായേലും അല്ലെങ്കിൽ US അടക്കമുള്ള രാഷ്ട്രങ്ങൾ എന്നുള്ളതും ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഓർത്തേക്കണം. അതിന്റെ കൂടെ തന്നെ ഈ മാൻഡേറ്റ് സിസ്റ്റത്തെ യുഎന്നിന് മാത്രം കുറ്റം പറഞ്ഞ പോലെ ലീഗ് ഓഫ് നാഷൻസ് ആണ് മാൻഡേറ്റ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓട്ടോമൻ എംപയറിന്റെ തകർച്ച നേരത്തെ ഈ ഒരു പലസ്തീൻ അടക്കമുള്ള ടെറിട്ടറി ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ അധീനതയിലായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഓട്ടോമൻ എംപയർ തകർന്ന സമയത്ത് താൽക്കാലികമായിട്ട് ഈ ഒരു തകർന്ന ഓട്ടോമൻ എംപയറിന്റെ പ്രവിശ്യകളെല്ലാം ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ടെറിട്ടറി സ്വന്തമായിട്ട് ഭരിക്കാൻ പ്രാപ്തരായിട്ടുള്ള ഒരു സിസ്റ്റം അവിടെ വരുന്നത് വരെ താൽക്കാലികമായിട്ട് ഭരിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ബ്രിട്ടനും ഫ്രാൻസ് അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഈ ഒരു റീജിയണൽ മാൻഡേറ്റ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് അവിടെ ഭരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ജോർദാന്, അതേപോലെ പാലസ്തീൻ, ഇറാഖ് അടക്കമുള്ള ഭാഗങ്ങള് ബ്രിട്ടന്റെ കൺട്രോൾ വരുന്നത്. അതുപോലെ പിന്നെ സിറിയയും ലെബനോനും ഫ്രാൻസിന്റെ കൺട്രോൾ വരുന്നത്. ഇതൊക്കെ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ അന്നും അതൊരു താൽക്കാലിക സിസ്റ്റം ആയിരുന്നു. ആ താൽക്കാലിക സിസ്റ്റമാണ് 922 മുതൽ 948 വരെ പോയത് നമ്മൾ ഓർക്കണം. അപ്പോൾ ഈ താൽക്കാലിക സിസ്റ്റം UN ആയിക്കോട്ടെ, ലീഗ് ഓഫ് നാഷൻസ് ആയിക്കോട്ടെ, അമേരിക്കൻ ബ്രോക്കേർഡ് പീസ് പ്രോസസ് ആയിക്കോട്ടെ, ഇത് തൽക്കാലത്തേക്ക് ലോകത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ താൽക്കാലികമായിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇത്തരം പൊളിറ്റിക്കൽ സിസ്റ്റം ആയിക്കോട്ടെ അല്ലെങ്കിൽ പീസ് പ്രോസസ് ആയിക്കോട്ടെ, ഇതൊന്നും പൂർണ്ണ അർത്ഥത്തിൽ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല അത് കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കിക്കൊള്ളും. ഈവൻ പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഓസ്ലോ പീസ് പ്രോസസിൽ പറയുന്ന പലസ്തീൻ അതോറിറ്റിയെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അത് 5 വർഷത്തേക്കുള്ള ഒരു ഇന്ററിംഗ് ഒരു സിസ്റ്റം ആയിട്ടാണ് അത് ആക്ച്വലി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അത് 1993 ഇപ്പൊ 2025 നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പോഴും നമ്മൾ പലസ്തീൻ സ്റ്റേറ്റ്ഹുഡിനെ പറ്റി സംസാരിക്കുകയാണ്. 1947 ബ്രിട്ടൻ അടക്കമുള്ള എല്ലാ രാഷ്ട്രങ്ങളും അംഗീകരിച്ച UN അംഗീകരിച്ച പാർട്ടീഷൻ പ്ലാൻ പലസ്തീൻ സ്റ്റേറ്റിനെ പറ്റിയിട്ടും ഇസ്രായേൽ സ്റ്റേറ്റിനെ പറ്റിയിട്ടും പരാമർശിക്കുന്നുണ്ട്. ഇതേ ബ്രിട്ടനും ഫ്രാൻസ് ഒക്കെ തന്നെയാണ് കഴിഞ്ഞ മാസം പറഞ്ഞത് പലസ്തീൻ സ്റ്റേറ്റിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു. അപ്പൊ പണ്ട് ഓൾറെഡി UN ആ റെസൊല്യൂഷൻ 181 എന്റെ ഓർമ്മ ശരിയാണ് റെസൊല്യൂഷൻ പറഞ്ഞ അതേ കാര്യം തന്നെ പിന്നീട് റിപ്പീറ്റ് ചെയ്യുന്നു. അതിനപ്പുറത്തായിട്ട് പലസ്തീൻ സ്റ്റേറ്റ് എന്നുള്ളൊരു യാഥാർത്ഥ്യം അത് യാഥാർത്ഥ്യമാകാതെ ഈ ഒരു പ്രശ്നം ഒരിക്കലും അവസാനിക്കില്ല. അത് ചിലപ്പോൾ സ്കാറ്റേർഡ് ആയിരിക്കും. വെസ്റ്റ് ബാങ്ക്, ഗാസ അല്ലെങ്കിൽ തരത്തിൽ അതിനെ വേറെ തരത്തിൽ അത് ചിന്തിതമായി പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ പലസ്തീൻ ക്വസ്റ്റ്യൻ എന്നുള്ളൊരു വിഷയത്തെ അഡ്രസ് ചെയ്യാതെ ഒരിക്കലും പെർമനന്റ്ലി ഇതിനെ സോൾവ് ചെയ്യുന്നത് അത് പോസിബിൾ അല്ല. ഈ ഫലസ്തീൻ സ്റ്റേറ്റിനെ അംഗീകരിക്കുന്നു അല്ലെങ്കിൽ ഫലസ്തീൻ സ്റ്റേറ്റ് വേണം എന്ന ആവശ്യം ഔദ്യോഗികമായി തന്നെ അടുത്ത കാലത്ത് ഉന്നയിച്ച UKയും ഫ്രാൻസും ഒക്കെ തന്നെയാണ് ഈ ഫലസ്തീൻ ജനതയ്ക്ക് യാതൊരു റോളും ഇല്ലാത്ത ഒരു ഭരണ സംവിധാനം അവിടെ നിലവിൽ വരുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നത്. അവർക്ക് യാതൊരു പ്രാതിനിധ്യമില്ലാത്ത വിധത്തിൽ അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന ഒരു സംവിധാനം, ഒരു സ്റ്റെബിലൈസേഷൻ ഫോഴ്സിനെ കുറിച്ച് സംസാരിക്കുന്ന ആ ഒരു വൈരുദ്ധ്യം അവിടെ ഉണ്ട്. അതുകൊണ്ടായിരിക്കും തന്നെ ഈ നിരായുധീകരണം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഇപ്പോൾ ഹമാസിനെ ആയിരിക്കും ഉദ്ദേശിക്കുക, അല്ലെങ്കിൽ ഹമാസ് അടക്കമുള്ള സായുധ സംഘങ്ങളെ. ആ സായുധ സംഘങ്ങൾ എന്ന് പറയുന്നത് അത് അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്, അവരുടെ പ്രദേശത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന സംഘങ്ങളാണ്. അവരെ നിരായുധീകരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നേരത്തെ ലിറാർ പറഞ്ഞ പോലെ ഒരു ഈ ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് അതാണ് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നതെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമായി മാറില്ലേ? തീർച്ചയായിട്ടും നമ്മളെ മുന്നില് ചരിത്ര വസ്തുതകൾ നമ്മളെ മുന്നിലുണ്ട്. അത് ചരിത്രത്തിൽ ഒരുപാട് പുറകോട്ടൊന്നും പോകണ്ട. ഇത്തരത്തിലുള്ള എക്സ്റ്റേണൽ ഏജൻസീസ് അല്ലെങ്കിൽ ഫോറിൻ ഇന്റർവെൻഷൻ നടക്കുന്ന രാഷ്ട്രങ്ങളുടെ വലിയ ലിസ്റ്റ് നമ്മളെ മുന്നിലുണ്ട്. ഏറ്റവും മുകളിൽ ഇപ്പം ഇറാഖ് അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ, ലിബിയ പോലത്തെ രാഷ്ട്രങ്ങൾ, അല്ലെങ്കിൽ കുറച്ചുകൂടി പുറകോട്ട് പോയാല് കോൾഡ് വാറിന്റെ സമയത്ത് 1945 മുതൽ 90 വരെയാണ് കോൾഡ് വാർ. അതിന്റെ പീക്ക് ടൈമുകളിലൊക്കെ ശീതയുദ്ധ കാലത്ത് പ്രത്യേകിച്ച് ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങളിൽ CIA അമേരിക്കൻ ഏജൻസിയുടെ പതിവായി അവിടെയൊക്കെ ഇടപെട്ടിരുന്ന ഒരു കണ്ടക്ഷൻ നമുക്കറിയാം. അത് ഏതൊക്കെ രാഷ്ട്രങ്ങളിൽ ഭരണം മാറ്റം വരെ ഉണ്ടാക്കി. ഇക്വഡോർ 1960-കളിൽ ഇക്വഡോർ, ബ്രസീലില്, അതേപോലെ ചിലി പോലത്തെ രാഷ്ട്രങ്ങൾ, ബൊളീവിയ, പിന്നീട് പനാമ പോലത്തെ രാഷ്ട്രങ്ങളൊക്കെ നമുക്കറിയാം. അതേപോലെ അഫ്ഗാനിസ്ഥാനില് 2001 മുതൽ 2021 വരെ 20 വർഷം അവിടെ ഭരിച്ചു. അവര് എന്നാണ് അത് നേടിയത്? താലിബാൻ എന്നുള്ളൊരു അന്നത്തെ അവിടെ ഭരിച്ചിരുന്ന ആ ഒരു വിഭാഗത്തെ അവര് പെട്ടെന്ന് അവർക്ക് ഡിപ്പോസ് ചെയ്യാനും അട്ടിമറിക്കാനും പറ്റി. പക്ഷെ പിന്നീട്
ഒരു സുസ്ഥിരമായിട്ടുള്ള ഭരണം അവിടെ ഉണ്ടാക്കുന്നതിൽ അമേരിക്ക പരാജയപ്പെട്ടു. അല്ലെങ്കിൽ പിന്നീട് നമുക്ക് അമേരിക്ക അവിടെ നിന്ന് പിൻവാങ്ങിയതിനു ശേഷമുള്ള ഒരു അഫ്ഗാനിസ്ഥാന്റെ ഒരു കാര്യം നമുക്ക് ചിന്തിക്കണം. അല്ലെങ്കിൽ ഇറാഖ് 2003 ശേഷം സദ്ദാം ഹുസൈനെ പവറിൽ നിന്ന് മാറ്റിയതിനു ശേഷം എന്താണ് അവിടെ ഉണ്ടായത്? എത്ര ലക്ഷക്കണക്കിന് ആളുകളാണ് കൊല്ലപ്പെട്ടത്. ഇറാഖിന് ഇൻഫ്രാസ്ട്രക്ചർ മൊത്തം തകരാറായി. ഇറാഖ് എന്നൊരു രാഷ്ട്രം എന്താണ് 3 ഗ്രൂപ്പുകളായിട്ട് എന്താണ് സിവിൽ വാറിലേക്ക് കടന്ന് സുന്നികളും സുന്നികളെ സെൻട്രൽ പാർട്ടിൽ, ഷിയാക്കളെ സദേൺ പാർട്ടിൽ, നോർത്തേൺ പാർട്ടിൽ, കുർദുകൾ എന്ന രീതിയിൽ ആ രാഷ്ട്രം ഒരു തരത്തിൽ ഡിവൈഡ് ചെയ്യപ്പെട്ട് തന്നെ കിടക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി. അല്ലെങ്കിൽ പിന്നീട് അമേരിക്ക എന്താണ് നേരത്തെ സദ്ദാം ഒരു സുന്നി ലീഡർ ആയിട്ടുണ്ടെങ്കിൽ സുന്നികളായിരുന്നു കൺട്രോൾ ഭരണത്തിലെങ്കിൽ പിന്നീട് ഷിയാക്കളായിട്ട് മാറി. അപ്പൊ അമേരിക്ക എന്താണോ ഉദ്ദേശിച്ചിട്ട് നേരെ ഓപ്പോസിറ്റാണ് സംഭവിച്ചത്. ഇറാന്റെ സപ്പോർട്ടോട് കൂടിയുള്ള ഗ്രൂപ്പുകൾ, ഷിയ മെജോറിറ്റി ഗ്രൂപ്പുകളോട് കൺട്രോൾ ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി. പിന്നീട് നമുക്ക് കാണാൻ പറ്റും ലിബിയയുടെ ഒരു കോണ്ടാക്ട്. ലിബിയ 2011 അറബ് സ്പ്രിംഗിന്റെ കാലത്ത് നമുക്കറിയാം, അറബ് സ്പ്രിംഗ് അറബ് വേൾഡിൽ നോർത്ത് ആഫ്രിക്കയിലും വെസ്റ്റ് ഏഷ്യയിലും ഒരുപാട് രാഷ്ട്രങ്ങളെ അത് പലതരത്തിൽ ഭരണമാറ്റങ്ങളൊക്കെ സംഭവിച്ചു. പ്രത്യേകിച്ച് ലിബിയയിൽ അടക്കമുള്ള രാഷ്ട്രങ്ങൾ കുറച്ചുകൂടി വയലന്റ് നേച്ചറിലേക്ക് അമേരിക്ക അടക്കമുള്ള രാഷ്ട്രങ്ങളുടെ സഹായത്തോടു കൂടി ഗദ്ദാഫിയെ പുറത്താക്കും. അത് ഗദ്ദാഫിയെ കൊല്ലപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാൻ പറ്റും. പിന്നീട് എന്താണ് ലിബിയയിൽ സംഭവിച്ചത് നമുക്കറിയാം. ലിബിയ ആക്ച്വലി ഇപ്പം ആരാണ് ഭരിക്കുന്നത്, ഏത് ലിബിയാണുള്ളത്, ഏതാണ് ബെൻഗാസി ആണോ ട്രിപ്പോളിയാണോ പോലും അറിയാൻ പറ്റാത്ത സിറ്റുവേഷനിലെത്തി. അല്ലെങ്കിൽ ഇനിയിപ്പം കുറച്ചുകൂടി പുറകോട്ട് പോയാൽ 955 മുതൽ 75 വരെയുള്ള വിയറ്റ്നാം വാറിനെ പറ്റി നോക്കുകയാണെങ്കിലും ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത് പ്രത്യേകിച്ച് അമേരിക്കൻ ഇടപെടലുകളോ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. അതുപോലെ സെൻട്രൽ അമേരിക്കൻ കോണ്ടാക്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം നിക്കോരാഗ ആയിക്കോട്ടെ, ഗോട്ടിമാല ആയിക്കോട്ടെ, ഇവരൊക്കെ പലതരത്തിൽ പിന്നീട് ആഭ്യന്തര സംഘർഷങ്ങളും അതേപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് ക്രൈസിസും അല്ലെങ്കിൽ പിന്നീട് അവിടെ വരുന്ന ഓട്ടോക്രാറ്റിക് റൂളേഴ്സിലേക്കൊക്കെ തരത്തിലേക്ക് ഈ രാഷ്ട്രങ്ങളൊക്കെ മാറാനുണ്ടായത്. അപ്പൊ ഈ ഒരു പുറത്തു നിന്നുള്ള ഒരു സെക്യൂരിറ്റി ഫോഴ്സ് ഇത്തരത്തിൽ ഒരു ഇഷ്യൂ നടക്കുന്ന ഒരു കോണ്ടാക്സിലേക്ക് ഡിപ്ലോയ് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും പോസിബിൾ അല്ല. അത് പലതരത്തിലുള്ള സംഘർഷങ്ങൾ ആക്ച്വലി കൂട്ടുള്ളൂ. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ കാണാൻ പറ്റും, ഓൾറെഡി ഇത് നടക്കുന്ന സമയത്ത് പ്രഖ്യാപിച്ച ട്രംപിന്റെ പ്രൊജക്ട് ഒക്കെ ഉണ്ട്. ആ ഒരു സോണിനെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനൊക്കെ അടുത്ത് മെഡിറ്ററേനിയൻ സീന്റെ കോസ്റ്റൽ ലൈനൊക്കെ നമുക്കറിയാൻ പറ്റും. അപ്പൊ ഇതൊക്കെ മുൻകൂട്ടി കണ്ട് ഇവരുടെ പ്ലാൻ എന്തൊക്കെ നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഗാസയുടെ റീകൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും നമ്മൾ ഒരു പക്ഷേ UN സെക്യൂരിറ്റി കൗൺസിൽ പ്രപ്പോസലിന്റെ ഒക്കെ പുറകില് ഈ ഒരു ആംഡ് ഫോഴ്സിനെ ഒരുപാട് രാഷ്ട്രങ്ങളുടെ ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഫോഴ്സിനെ ഡിപ്ലോയ് ചെയ്യുന്നതിനപ്പുറത്തായിട്ട് വേറെ വല്ലതും പദ്ധതികളൊക്കെ ഉണ്ട് എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അപ്പോ അത് പലസ്തീൻ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഒരു എത്രത്തോളം ടെറിട്ടറി മാക്സിമം ഇതിലൂടെ ഒക്കുപൈ ചെയ്യാൻ പറ്റുന്നു, കോൺകർ ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ഒരു ലീഗൽ കോൺഫിസ്കേഷൻ തന്നെ ആക്ച്വലി നടക്കുന്നത്. അതിപ്പോ UN റെസൊല്യൂഷന്റെ സപ്പോർട്ടോട് കൂടി നടക്കുന്നു മാത്രം. ലിറാൻ അത് പറയുമ്പോഴേ ഇപ്പോൾ ഇത്രയും നാള് നമ്മൾ, അതായത് ഇപ്പോൾ 1948 മുതൽ ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇസ്രായേലിൻ്റെ സൈനികമായ അധിനിവേശവും അതുവഴി അവർ ഫലസ്തീൻ പ്രദേശവും മറ്റു പ്രദേശങ്ങളും ഇസ്രായേലിൻ്റെ ഭാഗമാക്കുന്നതും, അത് നിയമവിധേയമാണോ അല്ലയോ എന്നുള്ളത് വേറെ പ്രശ്നം. അങ്ങനെ ആ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അത് അതിരൂക്ഷമായ ഒരു വംശഹത്യയുടെ വക്ക് വരെ എത്തി നിൽക്കുന്ന കാഴ്ച നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇനി അങ്ങോട്ട് ആ സ്ട്രാറ്റജി മാറുന്നു. വേറൊരു നിലയ്ക്ക് ഇപ്പോൾ ഒരു ടൂറിസം പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റ് എന്നൊക്കെ ഡൊണാൾഡ് ട്രംപ് നേരത്തെ അനൗൺസ് ചെയ്തിരുന്നു. അത് ഇപ്പോൾ ലിറാർ സൂചിപ്പിച്ചല്ലോ. ഈ ഭരണബോർഡിൻ്റെ തലവൻ താനായിരിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിക്കുന്നു. ഈ പറയുന്ന ഒരു സിസ്റ്റത്തിൻ്റെ കീഴിൽ അവിടെ ഒരു റീകൺസ്ട്രക്ഷൻ പ്ലാൻ ഉണ്ടാകുന്നു. അങ്ങനെയാണെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക്കായി സൈന്യത്തെ ഉപയോഗിക്കാതെ തന്നെ അവിടെയുള്ള ആളുകളെ അവിടെ നിന്ന് പതുക്കെ നീക്കം ചെയ്യുക എന്നുള്ളൊരു പ്രോജക്റ്റ് ആയിരിക്കും ഉദ്ദേശിക്കുക. കുറച്ച് കാലം കൊണ്ട് വലിയ പ്രോജക്റ്റുകൾ വരുന്നു, വലിയ പദ്ധതികൾ വരുന്നു, കൂടുതൽ രാജ്യങ്ങൾ അതിൽ ഇൻവോൾവ് ആവുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മനുഷ്യർക്ക് അവിടെ നിൽക്കാൻ കഴിയാത്തൊരു അവസ്ഥ ഉണ്ടാക്കുക, ഇതൊക്കെ ആയിരിക്കുമോ ലക്ഷ്യം? ന്യായമായിട്ട് നമ്മൾക്ക് അങ്ങനെ സംശയിക്കാൻ രാജീവ് സാറെ. കാര്യം ഈ ഗാസ നമുക്കറിയാം, ഗാസ നിവാസികളിൽ പലസ്തീനിയൻസ് ഇത്തരത്തിലുള്ള ഈ അധിനിവേശം സംഗതികളൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാര്യമല്ല. പക്ഷേ ഈ ലാസ്റ്റ് എപ്പിസോഡിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ 2 വർഷം തുടർച്ചയായിട്ട് അവരത് ഫേസ് ചെയ്ത്, അതും ഇത്തരത്തിലുള്ള ഒരു മാസീവ് ബൊംബാർഡ്മെന്റ്സും കാര്യങ്ങളൊക്കെ, അത് അവരെ സംബന്ധിച്ച് ഒരു പക്ഷെ ആദ്യമായിട്ടായിരിക്കാം. അല്ലെങ്കിൽ ഈ മൾട്ടിപ്പിൾ ടൈം ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ ഒരു കുറഞ്ഞ സമയത്തൊക്കെ നടക്കുന്നതും പിന്നീട് തിരിച്ചു വരുന്ന സമയത്ത് ഒരു ശൂന്യമായ അവസ്ഥ, അങ്ങനെ ഒരു സിറ്റുവേഷൻ പക്ഷെ അവർ ആദ്യമായിട്ടായിരിക്കും ഫേസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു വെടിനിർത്തൽ കരാറ് തന്നെ അതിന്റെ ഒരു പ്രത്യേകം നമ്മൾ ഇതിന്റെ കൂടെ
നമ്മളിപ്പോ എപ്പോഴും ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് ആണെങ്കിലും എന്താണെങ്കിലും ഗാസ ടെറിട്ടറി, അത് ഗാസ സ്ട്രിപ്പിന്റെ ഒരു റീകൺസ്ട്രക്ഷൻ നടക്കാത്തതൊന്നും പോസിബിൾ അല്ല. അപ്പോഴും ചോദിക്കുന്നത് എങ്ങനെ ഈ ഒരു റീകൺസ്ട്രക്ഷൻ നടക്കുന്നു, എവിടുന്ന് തുടങ്ങുന്നു, എത്ര സമയം ഇതിനെടുക്കും? ചില നിരീക്ഷകർ പറഞ്ഞ പതിറ്റാണ്ടുകൾ എടുക്കുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഈ ഗാസ ഈ പല റിപ്പോർട്ടുകളും പറയുന്നത് വെച്ചാൽ ഈ ഗാസ നിവാസികൾ അവരെ തന്നെ ഈ റീകൺസ്ട്രക്ഷൻ പല രീതിയിൽ തുടങ്ങിക്കഴിഞ്ഞു. പല എക്സ്റ്റേണൽ ഏജൻസിയുടെ സഹായത്തോടെയും അല്ലാതെയൊക്കെ ആയിട്ട് ബുൾഡോസറുകൾ ഉപയോഗിച്ച് റോഡുകൾ വൃത്തിയാക്കുന്നുണ്ട്. അല്ലെങ്കിൽ യുദ്ധത്തിന്റെ അവശിഷ്ടങ്ങൾ എന്താണ് പലതരത്തിൽ ട്രക്കുകളൊക്കെ ആയിട്ട് കൊണ്ട് പല തരത്തിൽ അവർ ഇതാക്കുന്നു. അല്ലെങ്കിൽ അവർ തന്നെ ഈ അവശിഷ്ടങ്ങളും അല്ലെങ്കിൽ അത്തരത്തുമായിട്ട് ബന്ധപ്പെട്ട കണക്കെടുക്കുന്നു. അല്ലെങ്കിൽ അതൊരു വലിയൊരു കൂമ്പാരമായിട്ടൊരു ഭാഗത്ത് കിടക്കുന്നുണ്ട്. അപ്പം ഇവര് തിരിച്ചു വരുന്ന സമയത്ത് അവർ കാണുന്നത് ഒരു കാലത്ത് എന്താണ് അവരുടെ തിരക്കേറിയ വീതികളും അല്ലെങ്കിൽ നിരത്തുകളും ഇതൊക്കെ വളരെ ശൂന്യമായിട്ട് കിടക്കുന്ന അവസ്ഥയിൽ കാണുന്നു. അല്ലെങ്കിൽ നഗരം തന്നെ മൊത്തത്തിൽ നിശ്ചലമായിട്ട് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ഗാസ, അത് ഖാൻ യൂനിസ് ആയിക്കോട്ടെ, റഫ ആയിക്കോട്ടെ, നോർത്തേൺ ഗാസ ആയിക്കോട്ടെ, പ്രധാനപ്പെട്ട സിറ്റീസ് എല്ലാം അത്തരത്തിൽ ഒരു ടോട്ടൽ ഒരു ഡാമേജ് ഒരു സിറ്റുവേഷൻ അവർ കാണുന്നത്. അത് മാത്രമല്ല പല UN ഏജൻസികളൊക്കെ പറയുന്നത് അവിടുത്തെ ഈ ഒരു വേസ്റ്റിന്റെ കാര്യത്തെ പറ്റി 80,000 ടണ്ണിന് മുകളിൽ വേസ്റ്റ് ഓൾറെഡി റിമൂവ് ചെയ്തു എന്നൊക്കെയാണ് UNDP-യുടെ പല ഒഫീഷ്യൽസിന്റെ പല സ്റ്റേറ്റ്മെന്റിൽ കാണിക്കുന്നത്. ഇതേപോലെ തന്നെ ഇതിന്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു യുദ്ധത്തിന്റെ കോണ്ടെക്സ്റ്റിൽ പല അനലിസ്റ്റുകളും ഈ വാറും വെപ്പൺസ് റിലേറ്റഡ് ഡിഫൻസ് സെക്ടറിലെ അനലിസ്റ്റുകൾ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ 100,000 മുകളിൽ ടണ്ണിലധികം ഈ വെപ്പൺസോ അല്ലെങ്കിൽ എക്സ്പ്ലോസീവ്സോ കാര്യങ്ങളാണ് ഒരുപാട് ഫോറിൻ കൺട്രീസ് അടക്കം യൂറോപ്യൻ കൺട്രീസ് അടക്കം ഈ ഇസ്രായേലിലേക്ക് ഈ സമയത്ത് എക്സ്പോർട്ട് ചെയ്തെന്നാണ് പറയുന്നത്, ഈ ഒരു വാർ പർപ്പസിന് വേണ്ടി മാത്രം. അപ്പൊ ഇതെല്ലാം പല രീതിയിൽ പ്രയോഗിച്ചൊരു മണ്ണാണ് നമ്മൾ എന്താണ് റീകൺസ്ട്രക്ഷന്റെ പറ്റി നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ ഗാസ റീകൺസ്ട്രക്ഷന്റെ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് പലസ്തീൻ അതോറിറ്റിയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള മുഹമ്മദ് മുസ്തഫ, ആളുടെ പേര് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല, ആള് പറയുന്നത് ഏകദേശം 70 മില്യണിനടുത്തുള്ള $1 മില്യൺ ഒരു പദ്ധതിയാണ് അവർ ഈ ഒരു പലസ്തീൻ ടെറിട്ടറി റീകൺസ്ട്രക്ഷൻ അവർ പറയുന്നത്. ഏതാണ്ട് അതേ എമൗണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെയാണ് UN പറയുന്നത്. അപ്പം ഈ ഒരു വാറിന്റെ ഭാഗമായിട്ട് 3 ലക്ഷം വീടുകളും അപ്പാർട്ട്മെന്റുകളൊക്കെയാണ് കേടുപാട് സംഭവിച്ചതോ നശിപ്പിക്കപ്പെട്ടതോ എന്നാണ് പല സ്റ്റാറ്റിസ്റ്റിക്സും പറയുന്നത്. അപ്പോഴും ഇതിന്റെ ഒരു ഇഷ്യൂ വരുന്നത് ഈ റീകൺസ്ട്രക്ഷൻ എങ്ങനെ നടക്കും, എപ്പോ നടത്തും, ആര് നടത്തും, പിന്നെ ഏതൊക്കെ രാഷ്ട്രങ്ങൾ അതിലേക്ക് ഫൈനാൻഷ്യലി കോൺട്രിബ്യൂട്ട് ചെയ്യും. സ്വാഭാവികമായിട്ടും ഇന്ത്യ അടക്കമുള്ള രാഷ്ട്രങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് $4 മില്യൺ സംതിങ് എത്രയോ. അപ്പം ഒക്ടോബർ 2nd വീക്കിലെങ്ങാനും നടന്ന ഈജിപ്തിൽ നടന്ന ആ ഒരു ഇന്റർനാഷണൽ ആ ഒരു കോൺഫറൻസിൽ ഇന്ത്യ പങ്കെടുത്ത് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേപോലെ സൗദി അറേബ്യ ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പം ഓരോ രാഷ്ട്രങ്ങൾ ഇപ്പൊ എത്ര എന്താണ് ഇതിലേക്ക് സംഭാവന ചെയ്താലും അതിന്റെ ഒരുപാട് പരിമിതികളുണ്ട്. അപ്പോഴും ചോദ്യം, ഈ റീകൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് ആരാണ് ലീഡ് ചെയ്യുക, ഏതൊക്കെ കമ്പനികളായിരിക്കും അവർ അതിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ അതിലുള്ള അതിന്റെ മുൻഗണനകൾ എന്തൊക്കെയായിരിക്കും, ഇത്തരത്തിൽ ഒരുപാട് പരിമിതികളുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കും ലോകത്തിൽ ഈ പോസ്റ്റ് വാർ റീകൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി, ഞാനത് ഇൻഡസ്ട്രി എന്ന് പറയാൻ താല്പര്യപ്പെടുന്നത്, കാരണം എപ്പോഴും നമ്മൾ ഇത്തരം പ്രൊജക്ടുകളൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റാം MNCs മൾട്ടിനാഷണൽ കമ്പനീസുകളൊക്കെ ആയിരിക്കും, ഇതൊക്കെ വെസ്റ്റേൺ ബേസ്ഡ് ആയിരിക്കും. അപ്പോൾ ഇതൊരു തരം ഇൻഡസ്ട്രി ആയിട്ട് തന്നെ മാറിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇവിടെയും സ്വാഭാവികമായിട്ടും എന്താണ് ഒരുപാട് രാഷ്ട്രങ്ങളും പല ഏജൻസികളും ഫണ്ട് ചെയ്യാനുണ്ടായിരിക്കും. ആ പറഞ്ഞൊരു പ്രോസസ്സ് ഇവിടെയും നടക്കും. പക്ഷെ അതിനുശേഷം എന്തായിരിക്കും, അല്ലെങ്കിൽ അത് എത്രത്തോളം സ്മൂത്ത് ആയിരിക്കും, അതിലെത്രത്തോളം അവിടുത്തെ ലോക്കൽ പീപ്പിളിന്റെ, പലസ്റ്റീനിയൻസിന്റെ, ഞാൻ ഹമാസ് എന്ന് പറയുന്നില്ല, പലസ്റ്റീനിയൻസിന്റെ സപ്പോർട്ടോട് കൂടി അവരുടെ താല്പര്യം അനുസരിച്ച് ഈ ഒരു പ്രോസസ്സ് എത്രത്തോളം സ്മൂത്ത് ആയിട്ട് നടത്താൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. എങ്കിൽ മാത്രമേ ഇതെല്ലാം ഒരു താൽക്കാലികമായിട്ടെങ്കിലും നമുക്ക് UN-ന്റെ സെക്യൂരിറ്റി കൗൺസിലിലെ പ്രമേയം വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റും. താൽക്കാലികമായിട്ടെങ്കിലും വിജയിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ലോക്കൽ സപ്പോർട്ടോ ലോക്കൽ ആയിട്ടുള്ള ആളുകളുടെ താല്പര്യം അവിടെ പരിഗണിക്കണം. അപ്പം ഏതായാലും ഈ ഒരു ട്രംപിന്റെ 20 പ്ലാനിൽ നമുക്കറിയാം ഹമാസിനോ പലസ്റ്റീനിയൻ സിറ്റിസൺസിനോ അല്ലെങ്കിൽ അവർക്കൊന്നും പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ഞാൻ മനസ്സിലാക്കിയത് നെതന്യാഹു കൊണ്ടുകൊടുത്തൊരു പ്ലാനിങ് ട്രംപിന്റേതായ രീതിയിൽ ചില മൈനർ കറക്ഷൻസും വരുത്തും, അല്ലെങ്കിൽ അത് നെതന്യാഹുവിന്റെയും ഇസ്രായേലിന്റെയും താല്പര്യം മാത്രമാണ് കൂടുതലായിട്ട് അവിടെ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നത്. ഒരിക്കലും പലസ്റ്റീനിയൻസിന്റെ ഒരു വാദങ്ങളോ അവരുടെ താല്പര്യം അവിടെ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നില്ല. അത് 1947 പാർട്ടീഷൻ പ്ലാന്റെ സമയത്തും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. പലസ്റ്റീനിയൻസിനെ റെപ്രസെന്റ് ചെയ്തിട്ട് ആ സമയത്ത് അവിടെ ആരും ഇല്ലായിരുന്നു.
വെസ്റ്റേൺ കൺട്രീസും അല്ലെങ്കിൽ അങ്ങനെ ഡോമിനേറ്റഡ് ആയിട്ടൊരു സിസ്റ്റത്തിൽ അവർ തീരുമാനിക്കുന്നു, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു, അത് എക്സിക്യൂട്ട് ചെയ്യുന്നു. അതാണെന്ന് സംഭവിച്ചത്. ഇപ്പോഴും ഏതാണ്ട് ഏറെക്കുറെ അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. പലസ്റ്റീനിയൻസിനെ റെപ്രസെന്റ്, നമ്മൾ പലസ്റ്റീൻ അതോറിറ്റിയെ, ഞാനത് ഗാസൻ പീപ്പിളിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ അതോറിറ്റി ആയിട്ട് ഞാൻ കാണുന്നില്ല. അത് നമുക്ക് ഇലക്ഷന്റെ സമയത്തൊക്കെ 2006 ഇലക്ഷനിൽ നമുക്കറിയാം ഹമാസ് ആണ് ഇവിടെ വിൻ ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്കറിയാം മഹ്മൂദ് അബ്ബാസിന്റെ ഒരുപക്ഷെ ഏറ്റവും പോപ്പുലാരിറ്റി കുറഞ്ഞ ഒരു പലസ്തീൻ ലീഡർ ആയിട്ടാണ് ഞാൻ മഹ്മൂദ് അബ്ബാസിനെ കാണുന്നത്. അപ്പൊ അത്തരം കോണ്ടെക്സ്റ്റിൽ പലസ്തീൻ അതോറിറ്റി ഒരു റിയൽ പലസ്തീൻ സെന്റിമെന്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടോ എന്നൊരു ചോദ്യം അവിടെ പ്രസക്തമാണ്. ഇത് പറയുമ്പോഴേ ഇപ്പോൾ ഹമാസ് ഈ പ്രൊജക്ടിനെ, ഈ 20 പോയിന്റ് പ്ലാനിനെ ഹമാസ് എതിർക്കുന്നുണ്ട്. പക്ഷേ ഈ ട്രൂസുമായി മുന്നോട്ട് പോയേ പറ്റൂ. തൽക്കാലം ഹമാസിനും പോയേ പറ്റൂ, ഒരുപക്ഷെ ഫലസ്തീൻ ജനതയ്ക്കും പോയേ പറ്റൂ. കാരണം അവരത്രയും അനുഭവിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ലിറാർ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അവരുടെ ഈ 1948 മുതലുള്ള അവരുടെ യാത്രയിൽ ഒരിക്കലും അവരനുഭവിക്കാത്ത വിധത്തിലുള്ള ദുരിതം ഈ കഴിഞ്ഞ 2 വർഷത്തിനിടെ അവരനുഭവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അവർക്ക് ട്രൂസുമായി മുന്നോട്ട് പോയേ പറ്റൂ. ഹമാസിനെ നിരായുധീകരിക്കുക എന്ന ലക്ഷ്യവുമായിട്ട് ഈ ISF അല്ലെങ്കിൽ അമേരിക്കൻ പദ്ധതി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു വേറൊരു തരത്തിലൊരു പൊളിറ്റിക്കൽ ഓറിയൻറ്റേഷനിലേക്കും പൊളിറ്റിക്കൽ പ്രോസസ്സിലേക്കും ഹമാസ് മാറുകയാണോ സംഭവിക്കുക, അതോ പുതിയ തരത്തിലുള്ള പൊളിറ്റിക്കൽ ഫോർമേഷൻസ് അവിടെ ഉണ്ടാവുകയാണോ ചെയ്യുക? എന്തായിരിക്കും ഒരു മുൻകാല അനുഭവം നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് എന്താണ് പറയാൻ കഴിയുക? അപ്പം നമുക്കറിയാം സ്വാഭാവികമായിട്ടും ഹമാസ് എന്ന ഒരു സായുധ സംഘടനയുടെ ശക്തി പഴയ അവർക്ക് എന്താണോ ഉണ്ടായിരുന്നത് അതിന്റെ ഒരു പക്ഷേ 100-1 പോലും ഒരു പക്ഷേ ഇപ്പൊ ഉണ്ടായിരിക്കില്ല. അവരെ മേജർ ആയിട്ടുള്ള ലീഡേഴ്സിനെല്ലാം ഏറെക്കുറെ വിദേശത്തുള്ളതും അല്ലെങ്കിൽ ഗാസ ടെറിട്ടറിക്കകത്തുള്ള അവരുടെ മേജർ ലീഡേഴ്സിനെല്ലാം ഓൾറെഡി ഇസ്രായേൽ കൊല്ലപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അവരെ ഇൻഫ്രാസ്ട്രക്ചർ ഏറെക്കൂടെ തകർത്ത് കഴിഞ്ഞിട്ടുണ്ട്. അവരെ സപ്പോർട്ട് ചെയ്യാൻ ഏതെങ്കിലും തരത്തിലുണ്ടായിരുന്ന ഇറാൻ ഇപ്പോൾ അത്തരത്തിൽ പവർഫുൾ അല്ല. ഇനിയിപ്പോൾ ഇറാൻ അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഏതെങ്കിലും തരത്തിൽ അവരെ സായുധമായിട്ട് മിലിറ്ററിലി സപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാലും അതിനുള്ള ചാനലും അതിനുള്ള ഒരു ഇതെല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. മെയിനായിട്ട് സിറിയ, ലെബനോൻ വഴിയായിരുന്നു നമുക്ക് കാണാം. അപ്പൊ ഈ ഒരു ചാനലെല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു. ഹിസ്ബുള്ള വീക്കൻ ചെയ്യപ്പെട്ടു, സിറിയയിലെ ഭരണമാറ്റം സംഭവിച്ചു. അപ്പൊ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഹമാസിനെ സഹായിക്കണമെന്ന് വിചാരിച്ചാലും അത് നിലവിലെ സാഹചര്യത്തിൽ അത് ഒരുപാട് ഒരു ചലഞ്ചിങ് ആണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം. അല്ലെങ്കിൽ ആരെങ്കിലും ഹമാസിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റ് ആണ്. പിന്നെ രാജു സാറ് ചോദിച്ച പോലെ ഇനി പലസ്തീൻ ഇവരെ നിരായുധീകരണം സമ്പൂർണ്ണമായിട്ട് നടന്നാൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ അത് പോസിബിൾ ആണോ, അല്ലെങ്കിൽ ഹമാസിന് അത്തരത്തിൽ വീക്കൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യങ്ങൾ പ്രസക്തമാണ്. ഇവിടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട കാര്യം, ഹമാസ് എന്ന സംഘടന ഫോം ചെയ്ത 1987 അതിനു മുമ്പ് പ്രധാനപ്പെട്ട പലസ്തീൻ വിഷയങ്ങളുമായിട്ട് കൈകാര്യം ചെയ്ത സംഘടന PLO നമുക്കറിയാം, പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ 1964 ഫോം ചെയ്ത സംഘടനയാണ്. അത് 1969 തോന്നുന്നു യാസർ അറഫാത്ത് അതിന്റെ ലീഡർഷിപ്പിൽ വരുന്നത്. അതിനുശേഷം ഈ സംഘടന നമുക്കറിയാം ഫംഗ്ഷൻ ചെയ്തത് ഈ PLOയും ഹമാസുള്ള ഒരു മാറ്റം ഞാൻ കാണുന്നത്, PLO മെയിൻ ആയിട്ട് അതിന്റെ ഓപ്പറേഷൻസും അത് ഫംഗ്ഷൻ ചെയ്യുന്നതെല്ലാം പലസ്തീൻ ടെറിട്ടറിക്ക് പുറത്ത് നിന്നിട്ടാണ്. ആദ്യം അത് ജോർദാനിലായിരുന്നു, ജോർദാന്റെ തലസ്ഥാനം അമ്മാന്റെ ഏരിയയിലായിരുന്നു. പിന്നീട് അതിന് ടുണീഷ്യയിലേക്ക് പോകുന്നു, ടുണീഷ്യയിൽ നിന്ന് പിന്നെ അത് ലെബനോനിലേക്ക് പോകുന്നു, ബെയ്റൂട്ടിലേക്ക് വരുന്നു. ഇങ്ങനെ പല സ്ഥലങ്ങളിലടുത്ത് റീലൊക്കേറ്റ് ചെയ്ത ഒരു ഓർഗനൈസേഷൻ ആണ്. ഓരോ സ്ഥലത്തെത്തുമ്പോഴും അത് പല തരത്തിലുള്ള ചലഞ്ചസ് വരുന്നു, അല്ലെങ്കിൽ അത് ലോക്കൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഇസ്രായേലി ഫോഴ്സിന്റെ ഭാഗത്തുനിന്നും ആക്രമണം നേരിടുന്നു. ഇതേ സംഘടന PLO പിന്നെ നമുക്ക് ഇത് ആ ഒരു കാലയളവിലായിരുന്നു, പിന്നീട് സമാധാനത്തിലേക്ക് വരുന്നു. ഇങ്ങനെയാണ് ഓസ്ലോ പീസ് പ്രോസസ് ഒക്കെ നടക്കുന്നത്. പലസ്തീനിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഒളിപ്പോരിൽ ഗറില്ല വാർഫെയർ പരിചയമുണ്ട്, മോഡറേറ്റ് സ്റ്റാൻഡിലേക്ക് പോയിട്ട് പീസ് പ്രോസസ് സൈൻ ചെയ്ത് പരിചയമുണ്ട്. ഇങ്ങനെ ഏത് സ്ട്രാറ്റജിയിൽ അവർ പോയിട്ടും അവർ മനസ്സിലാക്കിയത് ഒരു പെർമനന്റ് സൊല്യൂഷൻ നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഹമാസിന്റെ കേസിലും അവര് തുടക്കം മുതലേ ഒരേ സമയം പൊളിറ്റിക്കൽ വിങ്ങും അതേപോലെ ഒരു മിലിറ്ററി വിങ്ങും അതിനുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും എന്താണ് ഇതൊരു ഫൈനൽ പെർമനന്റ് ഒരു സെറ്റിൽമെന്റ് ഇതിലേക്ക് വരുന്നില്ല. അപ്പൊ ഇനി ഹമാസ് ഒരു പക്ഷെ ഹമാസിനെ ഇസ്രായേലിന് വീക്കൻ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിച്ചു, താൽക്കാലികമായിട്ടോ പെർമനന്റ് ആയിട്ടോ. അപ്പൊ വേറൊരു ഓർഗനൈസേഷൻ അവിടെ ഫോം ചെയ്യുമായിരിക്കും. കാരണം നമുക്കറിയാം ഈവൻ PLO തന്നെ ഒരു അംബ്രല്ല ടൈപ്പ് ഓർഗനൈസേഷൻ ആണ്. ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ഷൻ ആണ് ഈ ഫത്ത ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിനാണ് ആക്ച്വലി യാസർ അറഫാത്ത് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിലെ മറ്റു സംഘടനകളാണ് PFLP, DFLP എന്നൊക്കെ പറഞ്ഞ പോലെ, ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഫോർ ദി ലിബറേഷൻ ഓഫ് പലസ്തീൻ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരുപാട് 7ഓളം സംഘടനകൾ ഒരു അംബ്രല്ല ഓർഗനൈസേഷൻ ആണ് PLO. ഈ ഹമാസ് അതേപോലെ ഇസ്ലാമിക് ജിഹാദ് എന്ന സംഘടന ഓൾറെഡി ഗാസയിലുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഒരു സംഘടനയെ വീക്കൻ ചെയ്താൽ വേറൊരു സംഘടന ഒരു പക്ഷെ അവിടെ ഫോം ചെയ്യും. അപ്പൊ ഇതിനൊരു
പെർമനന്റ് ആയിട്ട് ഒരു സൊല്യൂഷൻ ഏതെങ്കിലും ഒരു സംഘടനയെ നിരായുധീകരിച്ചാൽ തീരുന്ന ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് മാത്രമല്ല, അത് എത്രത്തോളം ഈസി ആണോ എന്ന് അതും എനിക്കറിയില്ല. ഇപ്പം PLO ഇത്രയും കാലമായിട്ട് തകർക്കാൻ പറ്റില്ല. ഹമാസ് 987 മുതലുണ്ട്. 2005 മുതൽ അവിടെ ഇലക്ഷൻ വിക്ടറിക്ക് ശേഷം അവർ സമ്പൂർണ്ണ ഉപരോധത്തിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിയന്ത്രണത്തിലും നിൽക്കുന്ന ഇതേ സംഘടന തന്നെയാണ് പല സമയത്തും ഇസ്രായേലുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതും. ഓരോ കോണ്ടക്സ്റ്റിലും ഇസ്രായേൽ ഹമാസിനെ നിരായുധീകരിക്കുന്നു, എലിമിനേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെ വീക്കൻ ചെയ്യുന്നു എന്ന് പറയുന്നു. ഈവൻ എനിക്ക് 2023 ഈ ഒരു അറ്റാക്കിന് ശേഷം തന്നെ പല തവണ നെതന്യാഹു പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹമാസിനെ ഇല്ലായ്മ ചെയ്തു, ഹമാസിനെ പൂർണ്ണമായിട്ട് തുടച്ചു നീക്കി, അല്ലെങ്കിൽ തുടച്ചു നീക്കുന്നത് വരെ പിന്നെ ഈ ഒരു ആക്രമണം തുടരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കുറെ കാലമായിട്ട് പറയാൻ തുടങ്ങിയിട്ട്. അപ്പം ഇത്രയും അമേരിക്കൻ സപ്പോർട്ടുള്ള ഇസ്രായേൽ എന്ന രാഷ്ട്രം, ഇത്രയും സെക്യൂരിറ്റി സർവൈലൻസ് സിസ്റ്റം അല്ലെങ്കിൽ സ്പൈ ഏജൻസി മുതൽ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും എല്ലാ എക്യുപ്മെന്റ്സും ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സോഫിസ്റ്റിക്കേറ്റഡ് വെപ്പൺസ് ഉള്ള ഇസ്രായേൽ വിചാരിച്ചിട്ട് അതിന്റെ തൊട്ടടുത്ത് നമ്മൾ മൂക്കിൻ തുമ്പത്ത് വരെ നിൽക്കുന്ന പറയുന്ന പോലത്തിൽ അത്തരം ഒരു കോണ്ടക്സ്റ്റിൽ പോലും ഈ ഒരു സായുധ സംഘടനയെ പൂർണ്ണമായിട്ടും എലിമിനേറ്റ് ചെയ്യാൻ അവരെ കൊണ്ട് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ആ ഒരു കോണ്ടക്സ്റ്റിലേക്കാണ് അവർ പരാജയപ്പെട്ടതെടുത്ത് അല്ലെങ്കിൽ അവർക്ക് സാധിക്കാത്ത ഒരു ഇതിലേക്കാണ് ഇപ്പൊ ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിനെ അവിടെ കൊണ്ടുവരുന്നത്. അപ്പൊ ആ ഫോഴ്സിന് എത്രത്തോളം അത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ചോദ്യം. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു ഫോഴ്സ് വന്നാൽ ഈ ഹമാസ് അടക്കമുള്ള സംഘടനകളുടെ എതിർപ്പ് സ്വാഭാവികമായിട്ടും, പലസ്തീൻസിന്റെ എതിർപ്പ് സ്വാഭാവികമായിട്ടും ഈ സംഘടനയിലുള്ള ആളുകളോടായിരിക്കും. അപ്പൊ അത് ആ സംഘടനയിലുള്ള ആളുകൾ, അപ്പൊ അത് ഏത് രാഷ്ട്രത്തിൽ നിന്നുള്ള ഒരു ടീമാണ് ഈ ഒരു പലസ്തീനിയൻസിന്റെ ഈ എതിർപ്പിന് ഭാഗമായത്, അല്ലെങ്കിൽ ആ പലസ്തീനിയൻസിനെതിരെ അറ്റാക്ക് നടക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഇമ്പാക്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആ രാഷ്ട്രത്തിലും ഉണ്ടായിരിക്കും. അപ്പം ഇന്തോനേഷ്യ അല്ലെങ്കിൽ സൗദി അല്ലെങ്കിൽ UAE അവരെ ഒരു പട്ടാളക്കാരനാണെങ്കിൽ തുർക്കിയുടെ ഒരു പട്ടാളക്കാരൻ കയറിയിട്ട് ഒരു പലസ്തീനിയെ കൊല്ലുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും അതിന്റെ ഇമ്പാക്ട് തുർക്കിയിൽ ഉണ്ടായിരിക്കും. കാരണം നമുക്കറിയാം ഈ പലസ്തീൻ സോളിഡാരിറ്റി എന്നുള്ളത് അതൊരു ആഗോള പ്രതിഭാസമാണ്. നമ്മൾ കാണാം അത് കേരളത്തിലായാലും ഇന്ത്യയുടെ പല ഭാഗത്താണെങ്കിലും അറബ് വേൾഡിന്റെ പല ഭാഗത്താണെങ്കിലും അല്ലെങ്കിൽ യൂറോപ്പിലും അമേരിക്കയിലടക്കം നമ്മൾ ക്യാമ്പസുകളിലും തെരുവുകളിലൊക്കെ നമ്മൾ കണ്ട ഒരു പ്രതിഭാസമാണ് പലസ്തീൻ സോളിഡാരിറ്റി. അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പൊ നിലവിൽ ഈ രാഷ്ട്രങ്ങളൊന്നും ഒന്നുകിൽ രഹസ്യമായിട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ പരസ്യമായിട്ട് അത് ഒരു ഭയമുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഓപ്പൺലി ഇത്തരം ഒരു ഫോഴ്സിന്റെ ഭാഗമായിട്ട് ഒരു രാഷ്ട്രം മാറുമ്പോൾ ആ രാഷ്ട്രത്തിൽ നിന്ന് പോയ ഒരു ട്രൂപ്പ് അവിടെ എന്തെങ്കിലും ചെയ്താൽ അത് നമുക്ക് ഇന്ത്യ തന്നെ ബെസ്റ്റ് എക്സാമ്പിൾ. 987 IPKF ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സ് ശ്രീലങ്കയിൽ പോയ സമയത്ത് നമുക്കറിയാം ഇന്ത്യ അനുഭവിച്ചു. അത് പ്രൈം മിനിസ്റ്ററുടെ കൊലപാതകത്തിൽ നയിച്ചു അവസാനത്തിലേക്ക്. അപ്പം ഇതിന്റെ ഒരു ഇംപ്ലിക്കേഷൻസ് നമ്മൾ വിചാരിച്ച പോലെ തന്നെ ആയിക്കോളുന്നില്ല. അപ്പോ സ്വാഭാവികമായിട്ടും ഇതൊരു വളരെ കൃത്യമായിട്ട് ഒരു ലീഗലൈസ് ആയിട്ട് UN സപ്പോർട്ടോട് കൂടി നടക്കുന്ന ഒരു തരം ഒരു ഫോഴ്സ്ഡ് ഒരു മോഡേൺ കോളനൈസേഷൻ പ്രോസസ് ആണ് ആക്ച്വലി നടക്കാൻ പോകുന്നത്. അതിന്റെ ഇംപ്ലിക്കേഷൻസ് നേരത്തെ ചെയ്ത പോലെ ആയിരിക്കില്ല. ഒരു രാഷ്ട്രത്തിലെ ഒരു റീജിയനിലോ മാത്രം ഒതുങ്ങൂല എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. റൈറ്റ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ ട്രംപ് നിശ്ചയിച്ചിരിക്കുന്ന തൻ്റെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനം അത് എങ്ങനെയായിരിക്കും ഫോം ചെയ്യുക, ഈ പറയുന്ന ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് എന്നുള്ളത് എങ്ങനെയായിരിക്കും ഫോം ചെയ്യുക, അതിലേക്ക് ഏതൊക്കെ രാജ്യങ്ങളായിരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുക, ഇത്തരം കാര്യങ്ങളൊന്നും ഇപ്പോൾ വ്യക്തതയില്ല. പക്ഷേ ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി ട്രംപിൻ്റെ ഈ 20 പോയിൻ്റ് അജണ്ട അത് ഏതാണ്ട് അംഗീകരിച്ചിരിക്കുന്നു. ഫലസ്തീൻകാർക്ക് യാതൊരു പങ്കാളിത്തവുമില്ലാത്ത, അവരുടെ ശബ്ദത്തിന് യാതൊരു പ്രാതിനിധ്യവുമില്ലാത്ത ഒരു 20 പോയിൻ്റ് അജണ്ടയാണ് ട്രംപ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിനെ ഹമാസ് ഇപ്പോൾ തന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഫലസ്തീൻ ജനത എങ്ങനെയായിരിക്കും അതിനോട് റിയാക്ട് ചെയ്യുക എന്നുള്ളത് കാത്തിരുന്ന് കാണണം. അതിനോടൊപ്പം പ്രധാനമാണ് ഇസ്രായേൽ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണവും കൊലപാതകങ്ങളും. ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നു എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷവും അത് അനുസ്യൂതമായിട്ട് തുടരുന്നുണ്ട്. ഇന്നും 4 ജീവനുകൾ അവിടെ പൊലിഞ്ഞിട്ടുണ്ട്. ഇന്നത്തേന് മുമ്പുള്ള 24 മണിക്കൂറിൽ കൊല്ലപ്പെട്ടത് 32 മനുഷ്യരാണ് ഫലസ്തീൻ. ആ കൊലപാതക പരമ്പര എപ്പോഴും തുടരുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും ഇത് മുമ്പോട്ട് പോവുക, ഈ പറയുന്ന പദ്ധതിയുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്, ഇതേക്കുറിച്ചൊക്കെയുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് വരേണ്ടതുണ്ട്. ഇൻസൈഡിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.